ഗായ്സ് അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു കിടിലം എയർപോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഒരു മാപ്പ് സെലക്ട് ചെയ്യണം. ഗായ്സ് അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് എയർപോർട്ടിൽ പോകാൻ പോകുന്നത്. കോട്ടയം എറണാകുളം റൂട്ടാട്ടോ ഗൈസ് ഈ ഒരു ബസ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലത്തെ റൂട്ടിൽ പോണ ബസ് കണ്ടിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഈ ബസ് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ ബോർഡ് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എറണാകുളം റൂട്ടാണ്. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആരും നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ മാപ്പിൽ നോക്കി ഓടിക്കരുത്. നമ്മൾ നമ്മുടേതായ ഒരു റൂട്ടിലാണ് പോകുന്നത്. ഇപ്പം നമുക്ക് മാപ്പിൽ നോക്കി ഓടിക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് പോകണം. അത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വലിയ 4 സൈഡിലേക്ക് വഴി കിടക്കുന്നൊരു ഭാഗം. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ മാപ്പിൽ റൈറ്റ് സൈഡിലേക്കായിരിക്കും കാണിക്കുന്നത്, എന്നാലും നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാലായിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോലത്തെ ഒരു വഴി കാണാൻ സാധിക്കും. അതായത് ആ കിടക്കുന്ന ബസ്സിൻ്റെ സൈഡിൽ. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വഴി ഗൈസ്, അതായത് ഈ ഒരു വഴിയാണ്. അപ്പം നമുക്ക് എന്തായാലും അതുവഴി പോകാം. ഈ ഒരു വഴി കൂടി പോയാൽ നമ്മളൊരു റോട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരവും കൂടി ഉള്ളൂ നമ്മുടെ ആ ഒരു എയർപോർട്ടിലേക്ക്. ഗൈസ്, ഈ ഒരു റോഡാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ്, അങ്ങനെ നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഗൈസ്, അങ്ങനെ നമ്മളിത് ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എയർപോർട്ട് എത്തുന്നതായിരിക്കും. നിങ്ങളിത് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ആർച്ച്, അതായത് ഗൈസ് ഈ ഒരു ആർച്ചിൻ്റെ അകത്തേക്ക് നമുക്കിനി കയറണം. അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു പാലം അല്ല, മേളിലോട്ട് നമുക്ക് 3 വഴി കാണാൻ സാധിക്കും. അതിനകത്ത് ഞാനീ പോകുന്ന വഴി കൂടി തന്നെ നമുക്ക് പോകണം. കുറച്ച് നമുക്കിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ ഒരു പ്ലെയിൻ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് അവിടെ തന്നെ വണ്ടി കൊണ്ടുപോവാം. ഗൈസ്, അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 2 പ്ലെയിൻ ഉണ്ട്. നമുക്ക് പ്ലെയിനിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല, മഴയും പെയ്യുന്നുണ്ടല്ലോ ഗൈസ്. 2 പ്ലെയിനിൻ്റെ നടുക്ക് നമ്മുടെ ചെറിയ ബസ്. ഗൈസ്, അങ്ങനെ പതിവ് പോലെ നമ്മുടെ ഡ്രൈവർക്ക് ആഗ്രഹം പൊട്ടി മുളച്ച് നമ്മുടെ പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ കുറേ ആഗ്രഹങ്ങളുണ്ട് ഈ പ്ലെയിനിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരാഗ്രഹം. ആദ്യം തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം കേട്ടോ പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. അപ്പോൾ ബസ് കിട്ടൂല. ബസ് കുറച്ച് കിട്ടും. എടുത്തിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അത് സേവ്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീറ്റൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം സീറ്റ് നമ്മുടെ സാധാരണ ബസ്സിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഗൈസ്, ആ സീറ്റ് മാത്രം പകുതിക്ക് വെച്ചില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്ലെയിനിൻ്റെ ഉള്ളിലും കൂടി നമുക്ക് നോക്കാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇതുപോലെ. ഗൈസ്, അപ്പം പ്ലെയിനിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഞാനൊരു സീറ്റൊക്കെ പ്രതീക്ഷിച്ച് അവർക്ക് ഒരു സീറ്റൊക്കെ വെക്കായിരുന്നു. ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നിട്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. 2 പ്ലെയിനൊക്കെ കാണാൻ പറ്റി.